ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഡോക്ടർ? There is a way in Poland. അവിടെ ഒരു ഇന്ത്യൻ ഡോക്ടറുണ്ട്. അദ്ദേഹം ഇതിൽ എക്സ്പേർട്ടാണ്. അദ്ദേഹത്തിനെ ഒന്ന് മീറ്റ് ചെയ്യും. പക്ഷെ ട്രീറ്റ്മെന്റിന് ചെലവിച്ചിട്ട് കൂടുതലാണ്. സത്യ എനിക്ക് എന്താ പറ്റിയത്? ഞാനും എൻ്റെ അച്ഛനമ്മയും പോലെ ചത്തുപോവോ? പറയ് സത്യ. ഓവറായി സ്ട്രെയിൻ ചെയ്ത് ഊണും ഉറക്കവും ഇല്ലാതെ റെസ്റ്റ് ഇല്ലാതെ കളിച്ചാൽ പിന്നെ എന്ത് പറ്റും? ഇനിയെങ്കിലും സമയത്ത് ആഹാരം കഴിച്ച് റെസ്റ്റ് ചെയ്യണം. ഓക്കെ? നിനക്കെന്തെങ്കിലും വരാൻ ഞാൻ സമ്മതിക്കോ? സമ്മതിക്കോന്ന്? കണ്ണടച്ച് കിടന്നു ഉറങ്ങിക്കോ. നോ പ്രോബ്ലം, റൈറ്റ്? Don't worry, everything will be fine. ഡോക്ടറെ കാണാൻ വന്ന വെറുതെ ഒരു അസുഖമില്ല. നീ എന്താ ഇപ്പൊ ചെയ്യാ? നീ പറയേ. ഇവിടെ അടുത്തൊരു മ്യൂസിയം ഉണ്ട്, നമുക്ക് അവിടെ പോയാലോ? ഓക്കേ. ഞാനേ ചൂച്ചു പോയിട്ട് വരാം. ഇവിടെ ഇരിക്കുമല്ലോ, പേടിയൊന്നുമില്ലല്ലോ. ഞാനിപ്പോ വരാം കേട്ടോ. Mrs. Satya? Are you Mr. Satya? Yes, doctor. I've got the reports. The doctor is calling for you. Could you follow me, please? ഓളിരിക്കേ. ഹലോ. ഹായ്. ഇന്ത്യ? അതെ, ബാംഗ്ലൂർ. ബാംഗ്ലൂരാ? എന്താ മോളുടെ പേര്? ഞാൻ ജാനു. നിങ്ങളോ? പ്രിയ. അത് ശരി, ബാംഗ്ലൂരിൽ നിന്ന് എന്താ ഇവിടെ? എന്തു പറ്റി? അതൊന്നും ചെക്കപ്പ് ഉണ്ടത്രേ, അതുകൊണ്ടാ ഞാനും എന്റെ മകനും ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. മകനോ? അതെ, എന്റെ മകൻ സത്യ. മകൻ എന്ന് വെച്ചാ? സത്യക്ക് ആരുമില്ല, എനിക്കും ആരുമില്ല. എന്നെ പോലെ ഒരുപാട് അനാഥ കുട്ടികൾക്ക് സത്യാണ് അച്ഛനും അമ്മയും. എല്ലാരെയും സ്നേഹത്തോടെ നോക്കുന്ന സത്യയെ ഞാനും സ്നേഹത്തോടെ നോക്കുന്നു. അതുകൊണ്ട് അവൻ എന്നെ അമ്മേന്ന് വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോ അവൻ എന്റെ മകൻ തന്നെയല്ലേ? ഓക്കേ, എവിടെ മോളുടെ മകൻ? പരിചയപ്പെടാനാണോ? ഓ, ഉറപ്പായും മീറ്റ് ചെയ്യാം. കണ്ടോ, പ്രിയക്ക് അവനെ പറ്റി കേട്ടപ്പോ തന്നെ അവനെ കാണാൻ പറ്റി. ദാറ്റ്സ് മൈ സത്യ. ഞാൻ റൗണ്ട്സ് കഴിഞ്ഞ് വരുമ്പോഴേ ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യാം. ഓക്കേ? സത്യ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി താഴെ പോയതാ. റിപ്പോർട്ട് കിട്ടിയാലുടൻ ഞങ്ങൾ ഇന്ത്യയിലേക്ക് എസ്കേപ്പ്. ഇത്ര ഓമനത്തുള്ള കുട്ടിയെ അങ്ങനെ ഈസി ആയിട്ട് എസ്കേപ്പ് ആവാൻ വിടോ? ഞാനും നെക്സ്റ്റ് വീക്ക് ബാംഗ്ലൂർ വരുന്നുണ്ട്. ഉറപ്പായും മോളെ വന്ന് മീറ്റ് ചെയ്യാം. ബിഫോർ ദാറ്റ് ഐ വിൽ സ്പീക്ക് ടു ദി ഡോക്ടർ അബൌട്ട് യുവർ കേസ്. ഓക്കേ? ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ജാനു എന്നല്ലേ മോളുടെ പേര്? മോളുടെ മകൻ സത്യ. ഡൺ. See you. I'll be back, okay? Don't go anywhere. Bye. വന്നത് വെറുതെ ആയില്ല. ഒരു കുട്ടി ചെക്കപ്പ് ഉണ്ട്, അതുകൂടി ചെയ്യണം. അതുവരെ എന്ത് ചെയ്യും? നീലേ പറഞ്ഞത് നമ്മള് മ്യൂസിയം കാണാൻ പോവാണെന്ന്. ഓ, ശരിയാണല്ലോ.
I am looking to the incident. I'll take care of it. An emergency, sir. Blast in the north part of the city. Yes, sir. Casualties? 10 already dead. But they're not civilians. All criminals. Let's go. Our guys are already in there. The museum is in our control. All security systems are shut down. Let's do this. There's a second blast on the west side of the city. Sir. Any casualties? 20 people already dead, sir. Let's move. If any of you step out of line, we won't hesitate to shoot. No need to panic. In 10 minutes, we'll be out of here. Ghost. Level 2 security has been shut down. You can move in now. The Crown Jewel security vault is cracked and it's ready for your takeoff. There's been another blast on the east side of the city. Over. Tom, is there any big transaction of money or anything valuable happening at this point in and around the city? The Crown Jewel auction. It happened a week ago. It's worth 750 million euros. An Indian billionaire, Devendra, took it up in the auction. The Crown Jewel is being kept in the airport museum right now. I think it's going to be delivered to him in a week. Then it's him. It's who, sir? Ghost. Ghost? Then what's the connection, sir? This is his pattern. He is dividing us elsewhere while he is in the museum. If I'm right, there will be one more blast. Alert all the teams to be ready for the museum. All teams stand by to go to the museum. It took us 20 days to breach the security system and break the vault, but we're only getting peanuts for our work. So why should he take everything? Because he planned everything and he's got the password for the Crown Jewel case. No worries, let him get the Crown Jewel. We'll trap that motherfucker and put everything on that one guy Ghost and escape from here. There's one more blast on the south side of the city. Over. Now I'm sure that's him. He is definitely heading the jewels. All teams head to the museum. Jesus, Ghost. Ghost? That's him. Keep going, get him. Go, fast! Side of the bridge. Keep going, faster, Tom! Tom, go!
As we all know, there's been 4 flats in the city. This is real serious stuff. We don't know who has done this, but our suspicious lies on one man. And his name is Ghost. We have searching from past 4 years and Hello, he... sir. Hi, Kangana. Team, this is Kangana. Hi. She is topmost criminal profiling analysis officer. She is the best in the business. Kangana, നടന്നു നോക്കാൻ നിനക്ക് അറിയാലോ അല്ലേ? 4 ബ്ലാസ്റ്റ് 750 million euros ക്രൗൺ ജുവൽസിനെ 7 തീവ്സിനെ ട്രാപ്പ് ചെയ്തുകൊണ്ട് ഗോസ്റ്റ് ഇത് കൊള്ളയടിച്ചത്. I want you to profile him because nobody knows anything about him. I want more information on him. I'll do my best. We have brought a special team to investigate this case. Mr. Sharat from Interpol is handling this case, and Tom, he's helping him out from the local police. Since we all know what happened, let's just get straight to the questions. Yes. We've got 4 blasts, 40 criminals dead, 1 hit of 750 million euros, and 7 thieves caught. And you say all of this has been done by one guy named Ghost, Yes. and nobody knows anything about him. Is this a joke? Do you really want us to believe all that? Do I look like I'm joking? I only told you what happened. Sir, Yes. if this is done by one guy named Ghost, then tomorrow's headlines is going to be this. Is Ghost a hero or a villain? Well, if you want to project him as a hero, that's your prerogative. For me, he's a criminal. He might have escaped for now, but I will catch him. ജാനു, ഹേ പ്രിയ, ഞാൻ മോളുടെ കേസ് ഹോസ്പിറ്റലിൽ ചോദിച്ചിരുന്നു. അപ്പോയിന്റ്മെന്റ് നെക്സ്റ്റ് മന്തിലേക്ക് ഫിക്സ് ചെയ്ത് നിങ്ങൾ ബാംഗ്ലൂരേക്ക് പോയിന്ന് പറഞ്ഞു. എന്നോട് പറയാതെ ഇങ്ങോട്ട് പോന്നല്ലേ? ഇപ്പൊ ലാൻഡ് ചെയ്തേ ഉള്ളോ? അതെ, പക്ഷെ നിങ്ങൾ എന്താ ഇവിടെ? മോളെ കാണാൻ വന്നതാ. കള്ളം പറയാതെ നിങ്ങളുടെ ആരെവിടെ ഉള്ളേന്ന് പറ. ഹായ് പ്രിയ, മുത്തശ്ശ. സുഖമാണോ മോളെ? അതെ അതെ. എന്തു പറ്റി? നന്നായിട്ടില്ലേ? കച്ചടയായിട്ടുണ്ട്. മോള് ആരുടെയാ? എന്റെ മോള് ഏ? എന്റെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വന്നതാ. ഓ, ഞാൻ എന്തോ എവിടെ മോളുടെ മകൻ? അതെ, ആ, നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, നിങ്ങൾ എന്താ ഇവിടെ? ആ, ഞാൻ ഡോക്ടറാണെന്ന് മുൻപ് മീറ്റ് ചെയ്തിട്ടുണ്ടോ? ആ, എവിടെ വെച്ചാ കണ്ടേ? അവരൊക്കെ ആരാ മനസ്സിലായില്ല? ആ, ഞാൻ അവളുടെ എന്റെ grandfather. മുത്തശ്ശനും മുത്തശ്ശി. ഓ, നമസ്കാരം മുത്തശ്ശി. നമസ്കാരം. നമസ്കാരം മുത്തശ്ശി. സത്യ പ്രായമുള്ളവരെ കണ്ടാല് കാലില് വീഴും. ഹെസിറ്റേറ്റ് ആവാതെ സത്യ പോ, ചെല്ല്, കാലില് വീഴ്. ഞാനെന്തിനാ? നമസ്കാരം. അനുഗ്രഹിക്കുന്നു മുത്തശ്ശ. വേണ്ട, വേണ്ട, മുത്തശ്ശി, വേണ്ട. അനുഗ്രഹിച്ചാ. നിന്റെ മോൻ സൂപ്പർ. അറിയാം, ലവ് ചെയ്യാൻ പെർമിഷൻ തന്നിട്ടുണ്ട്. പൊയ്ക്കോളൂ. സാർ, ഇദ്ദേഹം ആരാ? അവൻ എന്റെ ബന്ധുവാണ്, സുന്ദരൻ. ഓ, സാർ. ഹലോ സാർ. ഇവൻ നമ്മളെക്കാളും കുറച്ച് കാണാൻ കൊള്ളാം. സാറെന്താ വല്ലാതെ? എന്തെങ്കിലും ശരി, ആവട്ടെ. ശരി. ശരി മോനെ, പിന്നെ കാണാം. നല്ല പയ്യനാ, ഇറങ്ങാം മോളെ. നല്ല പെരുമാറ്റം. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ? നിങ്ങളുടെ ചിരി നന്നായിട്ടുണ്ട്. അത് കാണുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജിയാ. ബൈ പ്രിയ. मैं तुझे नहीं छोड़ूंगा സത്യ. അവൻ എന്റെ ബലിയാണ്. എന്താടാ പറഞ്ഞത്? സത്യ. വേറെ 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 എന്താ നീ പറഞ്ഞത്? പറ. സത്യ എന്റെ ബലിയാണെന്നാ. സത്യ എന്റെ ബലിയാണ്. അവനെ ഞാനല്ലാതെ വേറെ ആരും ടച്ച് ചെയ്യാൻ പാടില്ല. ഞാൻ ആരാണെന്നറിയോ നിനക്ക്? കിഷോർ.
ACP കിഷോർ! ഏയ്, നീ എങ്ങനെ അകത്തായി? ആരെ കൊന്നിട്ട് അകത്തായി? ഏയ്, നീ എങ്ങനെ ഇവിടെ വന്നേ? റേപ്പ് ചെയ്ത് അകത്ത് വന്നല്ലേ? ദാ നിൽക്കുന്നത് കണ്ടില്ലേ? സുൽത്താൻ പാളയം കിങ്. നീ എങ്ങനെ അകത്തായത്? റൗഡിസം കാണിച്ചല്ലേ അകത്തായത്? പക്ഷെ ഞാൻ എങ്ങനെ അകത്തായത്? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ഈ അഴിക്കുള്ളിലേക്ക് വലിച്ചിടച്ചിട്ടത് അവനാ. സത്യ അവനെന്റെ ബലിയാ. അവനെന്റെ ബലിയാ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് പ്രിയങ്കരനും ജനസമ്മതനുമായ, പ്രപഞ്ചത്തിലെ അനാഥരേവരും തന്റെ സ്വന്തമാണെന്ന് ഉൾക്കൊണ്ട് തന്റെ ചിലവിൽ അവർക്ക് ആശ്രമം നിർമ്മിച്ച് നൽകുകയും പാവപ്പെട്ടവർക്കായി സൗജന്യ ആശുപത്രി ഒരുക്കുകയും മറ്റ് ദാനധർമ്മങ്ങൾ നിർവഹിച്ചു പോന്ന ശ്രീ രാജരംഗനാഥ് അവർകളെ വിനീതമായി സ്വാഗതം ചെയ്യാം. ഇന്ന് ശ്രീ രാജരംഗനാഥ് അവർകൾ നിസ്വാർത്ഥരായ ഈ നാട്ടിലെ സാമൂഹ്യ സേവനം അനുഷ്ഠിക്കുന്നവരെ അനുമോദിക്കാൻ സമ്മാനദാനം നിർവഹിക്കുകയാണ്. ആദ്യമായി തായ്മാടി ആശ്രമത്തിൽ നിന്നും മിസ്റ്റർ സത്യ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ രാജാരംഗനാഥ് കുറച്ച് കുട്ടികൾക്ക് അനാഥ മന്ദിരം കെട്ടിക്കൊടുത്തതുകൊണ്ടേ വലിയ സമൂഹ സേവകനൊന്നും ആവൂല. ഇതൊക്കെ വെറും പൊളിറ്റിക്കൽ സെറ്റപ്പാണ്, വേറൊന്നുമല്ല. എന്റെ കൂടെ വരൂ സർ. എന്തിനാ സർ? സാർ വരൂ, ഞാൻ കാര്യം പറയാം. വരൂ. മൈക്ക്. നമസ്കാരം സർ. താങ്ക് യു. നമസ്കാരം. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സുഹൃത്തിൻ്റെ പേര് രമേശ് എന്നാണ്. നിങ്ങളുടെ പേരെങ്ങനെ അറിഞ്ഞു ഞാൻ പറയാം സാർ. ഇദ്ദേഹത്തെ എന്തിനു കൊണ്ടുവന്നെന്നും പറയാം. സാർ അവിടെ ഇരുന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ മൈക്ക് തരാം. സാർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം എല്ലാവരും കേൾക്കുക, ഉച്ചത്തിലൊന്ന് പറയും. സാറ് ഭയന്ന് നിൽക്കുകയാണെന്ന് തോന്നുന്നു. കുറച്ച് മുന്നോട്ട് വരും. മുന്നോട്ട് നിൽക്കുക. സാറിന് ഭയം കൊണ്ട് പറയാൻ പറ്റുന്നില്ല, ഞാൻ പറയാം. സാർ അവിടെ ഇരുന്ന് പറയാണ്, രാജാ രംഗനാഥ് എന്നയാള് കേവലം 50 or 100 അനാഥ കുട്ടികളെ നോക്കുന്നത് കൊണ്ട് ഒരു ലീഡറാണോ? ഇദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് ഇതൊക്കെ അതിൻ്റെ കളികളാണെന്ന്. ഞാനൊരു കഥ പറയാം. ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം നൽകി. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് അവരുടെ ഭർത്താവ് മിലിറ്ററിയിലുള്ളപ്പോൾ മരിച്ചുപോയി. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് ആ കുട്ടിയെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്ത് അവസാനം കല്യാണം കഴിപ്പിച്ചു. ഇതുപോലുള്ള കഥ മുമ്പും കേട്ട് കാണും. ഇൻട്രസ്റ്റിംഗ് ഇനിയാണ് കേട്ടോ. വലിയവനായി കല്യാണവും കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യം ചെയ്ത് എന്താണെന്നറിയോ? കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ആ അമ്മയെ ആദ്യം വീട്ടിൽ നിന്ന് പുറത്താക്കി അനാഥയാക്കി. ആ അമ്മയുടെ പേര് പാർവതി അമ്മയെന്നാണ്. മകന്റെ പേര് രമേശ് എന്നും. എന്തെങ്കിലും ഓർമ്മയുണ്ടോ സർ? പാർവതി അമ്മ നമ്മുടെ വൃദ്ധാശ്രമത്തിലാണ് ഇപ്പോഴും ഉള്ളത്. അതിൻ്റെ പ്രചോദനം ഇദ്ദേഹമാണ്. നിങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു, ശരിയല്ലേ? നമ്മുടെ അമ്മയെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് സർ. രാജാ രംഗനാഥ് അവർകൾ ചെയ്യുന്നത് സമൂഹ സേവയാണ് സർ. ഇദ്ദേഹം മാത്രമല്ല സർ. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഞങ്ങളുടെ ദൈവം നിങ്ങളാണ് സർ.